ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യേശു കർത്താവ് സ്നാനമേറ്റ ഉടനെ ഒരു പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം, സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെ ശബ്ദം അവിടെ കേൾക്കുകയും ചെയ്തു. ഒരു വലിയൊരു അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു വലിയൊരു അംഗീകാരമാണ്. യേശു ആരാണ് എന്ന് പറയുന്നൊരു അംഗീകാരം അവിടെ ആളുകളുടെ മുൻപാകെ യേശുവിന് സ്വർഗം നൽകുകയായിരുന്നു. ഇന്ന് ഞാനിത് പറയാൻ കാരണം വേറൊന്നുമല്ല, ഇതുപോലുള്ള ചില അംഗീകാരങ്ങൾ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ബന്ധുക്കളുടെ മുന്നിൽ വെച്ച്, നിങ്ങളുടെ മിത്രങ്ങളുടെ, നിങ്ങളുടെ സ്റ്റാഫിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ച്, നിങ്ങളുടെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച്, നിങ്ങളുടെ കോളേജിൻ്റെ നടുവിൽ വെച്ച്, നിങ്ങളായിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ നടുവിൽ വെച്ച് ദൈവം നിങ്ങളെ അംഗീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെ ചില തെളിവുകൾ കർത്താവ് ഈ ദിവസങ്ങളിൽ ചെയ്യാനായിട്ട് പോവുകയാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരു ഹാലലൂയ പറഞ്ഞാലും ഹാലലൂയ. അപ്പോൾ തന്നെ ഇന്നത്തെ നമുക്കൊരു പ്രൈം സ്പോൺസറാണുള്ളത്. കൊച്ചിയിൽ നിന്ന്, പേര് വെളിപ്പെടുത്തിയിട്ടില്ല, ഒരു വെൽവിഷനാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് തൻ്റെ ഭാര്യ അനേകർക്ക് അനുഗ്രഹമായിരിക്കുവാനും കൂടുതൽ ഫലപ്രാപ്തിയുള്ളവളായിരിക്കുവാനും ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയുവാനും ദൈവ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാനും ആത്മാവിൽ നിറയപ്പെട്ട് നയിക്കുവാനും വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതോടൊപ്പം ദൈവമായിട്ട് ഒരു ഡീപ്പർ ഇൻറ്റിമസിയും പ്രാർത്ഥനാ ജീവിതവും കർത്താവെ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ആ മകളൊരു അനുഗ്രഹമായി തീരട്ടെ കർത്താവെ. അനേകരെ ഈ ദിവസങ്ങളിൽ കർത്താവെ വളർത്തിയെടുക്കുവാൻ കർത്താവിൻ്റെ കൃപ തൻ്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അത്ഭുതങ്ങൾ ചെയ്തതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള ഭാഗങ്ങളിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുകയാണ്. നമുക്ക് ആ ഭാഗങ്ങൾ ആദ്യം ഒന്ന് വായിക്കാം. മലയാളത്തിൽ ആദ്യം വായിക്കാം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 8-ാം വചനം. ഒടുവിൽ സഹോദരന്മാരെ എന്ന് പറയുമ്പോൾ അവസാന ഭാഗത്തേക്ക് ലെറ്ററിൻ്റെ കൺക്ലൂഷനിലേക്ക് വരികയാണ്. സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ. എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ഇവിടെ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ചിന്തകളിൽ വരുത്തേണ്ട മാറ്റം, നമ്മുടെ തോട്ട് പ്രോസസ്സിൽ വരുത്തേണ്ട മാറ്റമാണ് ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ ഡിസിപ്ലിനിങ് ഓഫ് തോട്ട്സ് ആൻഡ് ആക്ഷൻസ്. നമ്മുടെ ചിന്തകളും ആക്ഷൻസും, ഇത് രണ്ടും. എൻ്റെ ഇംഗ്ലീഷിൽ കാണുന്നത് ഇങ്ങനെയാണ്: ഫൈനലി ബ്രദേഴ്സ്, വാട്ട് എവർ ഈസ് ട്രൂ, വാട്ട് എവർ ഈസ് നോബിൾ, വാട്ട് എവർ ഈസ് റൈറ്റ്, വാട്ട് എവർ ഈസ് പ്യുവർ, വാട്ട് എവർ ഈസ് ലവ്ലി, വാട്ട് എവർ ഈസ് അഡ്മയറബിൾ, if anything is excellent or praiseworthy, think of such things. Whatever you have learned or received or heard from me or seen in me, put it into practice, and the God of peace will be with you. Wow. ഇതിനു മുമ്പ് നമ്മൾ പീസ് ഫോർമുല കണ്ടായിരുന്നു അല്ലേ? സമാധാനത്തിനുള്ള സൂത്രവാക്യം. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെയാണ് വാസ്തവത്തിലൂടെ കിടക്കുന്നത്. നമ്മൾ പൗലോസ് ഇവിടെ കൊണ്ടുവരുന്നത് തോട്ട് ലൈഫിൻ്റെ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ തലയിലൂടെ കയറിയിറങ്ങുന്ന ചിന്തകളുടെ പ്രാധാന്യം. കാരണം അവിടെ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത്. അപ്പോൾ തിങ്ക് ഓൺ ദീസ് തിങ്സ്, ഈ കാര്യങ്ങളൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. അതിൻ്റെ അർത്ഥം വേറെ കുറേ കാര്യങ്ങളുണ്ട്, ഇതിൻ്റെ ഓപ്പോസിറ്റ്. അത് നമ്മൾ ചിന്തകളിൽ നിന്നും ഒഴിവാക്കണം. ഒരിക്കൽ ഒരു ഗാർഡനറോട്, തോട്ടക്കാരനോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, കളകളെപ്പോഴും ഭയങ്കരമായിട്ട് അങ്ങ് ആർത്ത് വളരും എന്ന് വെച്ചാൽ, നമ്മൾ വേറെ ഏതെങ്കിലും പൂച്ചെടികളൊക്കെ വളർത്തണമെങ്കിൽ
പൂച്ചെടികളൊക്കെ വളരെ പതുക്കെയല്ല വളരുന്നത്. പക്ഷെ കളകൾ ഒരല്പം അശ്രദ്ധയുണ്ടെങ്കിൽ അതങ്ങ് ആർത്ത് വളരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ഈ തോട്ടക്കാരൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ഈ കളകൾ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിളവാണ്. എന്നാൽ പുഷ്പങ്ങൾ, ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ളതൊക്കെ തോട്ടത്തിൽ വളരുമ്പോൾ അതിന് മനഃപൂർവമായ, ശ്രദ്ധാപൂർവമായ ഒരു പരിപാലനം ആവശ്യമാണ്, കൃഷി ആവശ്യമാണ്. ഈ കാര്യം അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു തോട്ടമാണ്. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ. Our minds are gardens, thought gardens. നമ്മുടെ മനസ്സെന്ന് പറയുന്ന ചിന്തകളുടെ ഒരു തോട്ടമാണ്. അവിടെ നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽപ്പെട്ട കാര്യങ്ങൾ, ട്രൂത്ത്, പ്യൂരിറ്റി, ബ്യൂട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയായ രീതിയിൽ മനഃപൂർവ്വമായി വളർത്തിയെടുത്തില്ലെങ്കിൽ, ഒരു തോട്ടക്കാരൻ തോട്ടത്തിൽ ചെടികൾ മനഃപൂർവ്വമായി നട്ട് വെള്ളമൊഴിച്ച് പരിപാലിച്ച് വളർത്തിയെടുക്കുന്നത് പോലെ നമ്മുടെ ചിന്തകളിൽ വളർത്തിയെടുത്തില്ലെങ്കിൽ അതിന് പകരം അവിടെ ഭയം, ആകാംക്ഷ, ആകുല ചിന്തകൾ, അശുദ്ധി തുടങ്ങിയ കാര്യങ്ങൾ, കളകളെല്ലാം കൂടി അങ്ങ് വളരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ചാലാണ് നല്ല ചിന്തകളെ വളർത്തിയെടുക്കാൻ കഴിയുന്നത്? ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നൊരു സാധനം, the sequenced flow of transformation from internal thoughts to ultimate destiny. നമ്മുടെ ഈ ചിന്തകളിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എവിടെ എത്തും, ഇതെല്ലാം ഇരിക്കുന്നത് എവിടെയാണ്? എൻ്റെ ചിന്തകളിലാണ്. അപ്പോൾ ഈ ചിന്തകളിൽ നിന്ന് ആരംഭിച്ച് എൻ്റെ ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള ആ സീക്വൻസ് എന്താണ്, ആ ശ്രേണി എന്താണ് എന്ന് ഞാൻ പറയാം. പറ്റുവാണെങ്കിൽ കുറിച്ച് വെക്കണം. അല്പം സ്പീഡിൽ പോകുന്ന നമുക്ക് സമയക്കുറവുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പിന്നീടായാലും ഇത് പോസ് ചെയ്ത് ആ ഭാഗം കേട്ട് അത് പൂർത്തിയാക്കണം. നമ്പർ 1, തോട്ട്സ്. ആദ്യം തുടങ്ങുന്നത് ചിന്തകളിൽ നിന്നാണ്. എന്ന് വെച്ചാൽ മൊമെൻ്ററി മെൻ്റൽ ഇംപ്രഷൻസ് ഓർ കൺസിഡറേഷൻസ്. നമ്മുടെ അകത്ത് മനസ്സിൽ വരുന്ന നൈമിഷികമായി ചിലപ്പോൾ ചില ചിന്തകൾ ഒറ്റ നിമിഷം കൊണ്ട് പാസ് ചെയ്തു പോകും. അത് ഇങ്ങനൊരു മെൻ്റൽ ഇംപ്രഷൻ പോലെ, അല്ലേ, മനസ്സിൽ പതിയുന്ന തോന്നലുകൾ പോലെ ചിലതൊക്കെ ഇങ്ങനെ, ചില പരിഗണനകൾ, ഇതൊക്കെ ഇങ്ങനെ വരുന്നത്, അതാണ് ചിന്തകൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ഉടൻ തന്നെ അടുത്തതായിട്ട് വരുന്നത് തോട്ട് പാറ്റേൺസ് ആണ്. തോട്ട് പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ ചിന്താരീതികൾ. ചിന്താരീതികൾ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് വേയ്സ് ഓഫ് തിങ്കിങ് ദാറ്റ് ഫ്രം മെൻ്റൽ ഹാബിറ്റ്സ് ആൻഡ് മൈൻഡ് സെറ്റ്സ്. അപ്പോൾ ഇവിടെ വരുന്നത് ഒരേ ചിന്തകൾ തന്നെ ആവർത്തിച്ച് ചിന്തിക്കാൻ തുടങ്ങും. ആ വഴിക്ക് തന്നെ ചിന്തിക്കാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ തോട്ട് പാറ്റേൺസ് എന്ന് പറയുന്നത്. 3, അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന കാര്യമാണ് ഐഡിയാസ്, ആശയങ്ങൾ എന്ന് വെച്ചാൽ കോൺസെപ്റ്റ്സ് ഫോംഡ് ഫ്രം ഓർഗനൈസ്ഡ് ഓർ റിപ്പീറ്റഡ് തോട്ട് പാറ്റേൺസ്. അതിങ്ങനെ ഘടനാപരമായി നല്ല രീതിയിൽ ചിന്തിച്ച് വരുമ്പോൾ അതിൽ നിന്ന് തോട്ട് പാറ്റേൺസ്, ആ തോട്ട് പാറ്റേൺസിൽ നിന്നും ആശയങ്ങൾ പുറത്തേക്ക് വരും. അതിൽ നിന്ന് വരുന്ന 4ാമത്തെ കാര്യമാണ് ആറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ മനോഭാവങ്ങൾ. അതിൽ തന്നെ ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുമ്പോൾ ഇമോഷണൽ ഓർ മെൻ്റൽ പോസ്ചേഴ്സ് ടുവേർഡ് പീപ്പിൾ, സർക്കംസ്റ്റൻസസ് ഓർ ട്രൂത്ത് ഷേപ്ഡ് ബൈ ഐഡിയാസ്. ഈ ആശയങ്ങൾ മുഖാന്തരം ഉളവായി വരുന്ന വൈകാരികമായ, മാനസികമായി ആളുകളോട് അല്ലെങ്കിൽ സാഹചര്യങ്ങളോടൊക്കെയുള്ള നമ്മുടെ സമീപനം, ഇതിനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 5, ബിലീഫ് സിസ്റ്റംസ്. അടുത്ത ലെവലാണ് വിശ്വാസ വ്യവസ്ഥകൾ. ബിലീഫ് സിസ്റ്റംസ് വരും. ഡീപ്ലി ഹെൽഡ് കൺവിക്ഷൻസ് ഫോംഡ് ബൈ റീഇൻഫോഴ്സ്ഡ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് റിപ്പീറ്റഡ് ഐഡിയാസ്. ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടി ഡീപ്പർ ലെവലിലേക്ക് പോകുന്നു. ബിലീഫ് സിസ്റ്റംസ് എൻ്റെ കൺവിക്ഷൻസ് ആണ്. അത് ഈ മനോഭാവങ്ങൾ വളരെ സോളിഡിഫൈ ചെയ്ത് കഴിയുമ്പോൾ, അതങ്ങ് സെറ്റായി കഴിയുമ്പോൾ അതെങ്ങനെ കിട്ടുന്ന റിപ്പീറ്റഡ് ഐഡിയാസ്, അതിലൂടെ വരുന്ന ബോധ്യങ്ങൾ, മനോബോധ്യങ്ങൾ, അതാണ് ബിലീഫ് സിസ്റ്റംസ്. ഒരാളെ നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് വേണമെങ്കിൽ പറയാം ബിലീഫ് സിസ്റ്റംസ്. അപ്പോഴേക്കും നമ്മുടെ ബ്രെയിനിൽ തന്നെ ചില ഇലക്ട്രിക് പാത്സ് വളരെ ക്ലിയർ ആയിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞിരിക്കും. അടുത്തതാണ് കമ്മിറ്റ്മെൻറ്റ്സ്, പ്രതിബദ്ധതകൾ എന്ന് വെച്ചാൽ ഡിസിഷൻസ് ആൻഡ് അലീജിയൻസസ് ഫോംഡ് ബൈ ബിലീഫ് സിസ്റ്റംസ്.
ഈ വിശ്വാസങ്ങളിലൂടെ, വിശ്വാസ വ്യവസ്ഥകളിലൂടെ നമ്മുടെ അകത്തെടുക്കുന്ന തീരുമാനങ്ങൾ, അതാണ് കമ്മിറ്റ്മെൻറ്റ്സ്. അവിടെ നിന്ന് അടുത്ത ലെവലിലേക്ക് പോകുന്ന ഏഴാമത്തത് ബിഹേവിയർ, പെരുമാറ്റം. ഒബ്സർവബിൾ ആക്ഷൻസ് ദാറ്റ് അറൈസ് ഫ്രം ഇന്നർ കമ്മിറ്റ്മെൻറ്റ്സ്. നമ്മുടെ അകത്തുള്ള കമ്മിറ്റ്മെൻറ്റ്സിലൂടെ, പ്രതിബദ്ധതയിലൂടെ മറ്റുള്ളവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന, വീക്ഷിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള നമ്മുടെ പ്രവൃത്തികൾ. എട്ടാമത്തേതാണ് ഹാബിറ്റ്സ്. ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ് ദാറ്റ് ബിക്കം ഓട്ടോമാറ്റിക് ഓവർ ടൈം. സമയം കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മിൽ വരുന്ന, ആവർത്തിച്ച് വരുന്ന ചില പെരുമാറ്റങ്ങൾ, അതിനെയാണ് നമ്മൾ ഹാബിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ അത് ശീലമായി നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു പാർട്ടായി മാറി. ഒമ്പതാമതാണ് ക്യാരക്ടർ. ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ദ മോറൽ ആൻഡ് എത്തിക്കൽ എസൻസ് ഫോംഡ് ബൈ കൺസിസ്റ്റൻറ്റ് ഹാബിറ്റ്സ്. ഈ ശീലങ്ങളിങ്ങനെ ഭയങ്കരമായി തുടർന്ന് കഴിഞ്ഞ് സെറ്റായി കഴിഞ്ഞാൽ അതിൽ നിന്നും സാൻമാർഗികപരമായി, എത്തിക്കലായി ഒക്കെ ഉള്ള ഫോം ചെയ്തു വരുന്നതിൻ്റെ എസൻസാണ് നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ സ്വഭാവ രീതികൾ എന്ന് പറയുന്നത്. പത്താമത്തതാണ് ഡെസ്റ്റിനി, ജീവിത ലക്ഷ്യം. ദ അൾട്ടിമേറ്റ് ഔട്ട്കം ഓർ ഡയറക്ഷൻ ഓഫ് വൺസ് ലൈഫ് ഷേപ്ഡ് ബൈ ക്യാരക്ടർ. ഈ സ്വഭാവം നിമിത്തം നമ്മളെ നാവിഗേറ്റ് ചെയ്ത് കൊണ്ടുപോയി എത്തിക്കുന്ന ജീവിതത്തിൻ്റെ അവസാനത്തെ നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലം ഏതാണോ അതാണ് ഡെസ്റ്റിനി. സോ പൗലോസ് ഇവിടെ പറയുന്നത് നമ്മുടെ ചിന്തകളിൽ വലിയ മാറ്റം കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ദൈവം ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് നമ്മുടെ ജീവിതം എത്തിച്ചേരുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാനമായി അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ഡിസിപ്ലിൻ യുവർ തോട്ട് ലൈഫ്. നിങ്ങൾ ചിന്തിക്കുന്നതിനെ വളരെ അച്ചടക്കപൂർവം അതിനെ നിങ്ങളൊന്ന് റെഡിയാക്കി കൊണ്ടുവരണം. ചിന്തകളെ ഡിസിപ്ലിൻ ചെയ്യണം. രണ്ട്, പുട്ട് ഇൻ ടു പ്രാക്ടീസ് ദ തിങ്സ് ലേൺഡ് ഫ്രം പോൾ. ഈ പൗലോസിൽ നിന്നും നിങ്ങൾ കേട്ടതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞു വരുന്നത്. അപ്പം അതിൽ ഈ ചിന്തകളെ നമ്മൾ ഡിസിപ്ലിൻ ചെയ്യണമെങ്കിൽ, അച്ചടക്കത്തിൽ കൊണ്ടുവരണമെങ്കിൽ, ഒത്തിരി പേര്, എനിക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്, ചിന്തകളെ പിടിച്ചിട്ട് കിട്ടുന്നില്ല. മനസ്സ് ഔട്ട് ഓഫ് കൺട്രോളായി പോവുകയാണ്. മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല, കൺട്രോൾ വിട്ട് പോകുന്നു. എല്ലാവർക്കും ഇത് തോന്നാറുണ്ട്. ഇതിനെങ്ങനെയാണ്, ഹൗ ടു ഹാർനസ് യുവർ ഇമോഷൻസ്, ഹൗ ടു ഹാർനസ് യുവർ മൈൻഡ്, എങ്ങനെയാണ് ഇതിനൊക്കെ ഒന്ന് കടിഞ്ഞാണിടുക? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദർ ആർ ടു കൈൻഡ്സ് ഓഫ് മൈൻഡ്സ്. രണ്ട് തരം മനസ്സുകളുണ്ട്. ഒന്ന് അൺസേവ്ഡ് മൈൻഡ് ആൻഡ് ദി അതർ വൺ ഈസ് സേവ്ഡ് മൈൻഡ്. രക്ഷിക്കപ്പെട്ട മനസ്സുണ്ട്, രക്ഷിക്കപ്പെടാത്ത മനസ്സുണ്ട്. എന്ന് ഉദ്ദേശിച്ചത് രക്ഷിക്കപ്പെട്ട ഒരാളുടെ മനസ്സ്, അത് പൂർണ്ണമൊന്നും ആയിട്ടില്ല, രക്ഷിക്കപ്പെടാത്ത ഒരാളുടെ മനസ്സ്, അതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, വേൾഡ്ലി മൈൻഡ് ആൻഡ് ഗോഡ്ലി മൈൻഡ്. രക്ഷിക്കപ്പെടാത്ത ഒരാൾക്ക് ലൗകികമായി ചിന്തിക്കുന്നൊരു മനസ്സേ ഉള്ളൂ. എല്ലാം ദേ തിങ്ക് ഇൻ ടേംസ് ഓഫ് ദിസ് വേൾഡ്. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരാൾ, പുനർജനിച്ച ഒരാൾ, വീണ്ടും ജനിച്ച ഒരാൾ, അയാളുടെ അകത്ത് ദൈവാത്മാവ് ഉള്ളത് കൊണ്ട് ദൈവാത്മാവിൻ്റെ ചിന്തകൾ കൂടെ മനസ്സിലേക്ക് വരും. റോമാലേഖനം 8:5 എഴുതി വെക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നത്, those who live according to the flesh have their minds set on what the flesh desires. But those who live in accordance with the Spirit have their minds set on what the Spirit desires. ഒരു കൂട്ടർ രക്ഷിക്കപ്പെട്ടവർക്ക് ആത്മാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ചിന്തിക്കാൻ പറ്റും. രക്ഷിക്കപ്പെടാത്തവർക്ക് ജഡത്തിൻ്റെ അഭിലാഷം അനുസരിച്ച് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ വേൾഡ്ലി മൈൻഡഡ് പീപ്പിളാണ് അധികവും നമ്മൾ ചുറ്റും കാണുന്നത്, ലൗകികമായി ചിന്തിക്കുന്ന മനുഷ്യർ. മർക്കോസിൻ്റെ സുവിശേഷം 7:20 മുതൽ 23 വരെ വായിക്കുമ്പോൾ, എല്ലാം ഞാൻ വായിക്കുന്നില്ല, ചിലത് പറയാം. ഹി വെന്റ് ഓൺ, വാട്ട് കംസ് ഔട്ട് ഓഫ് എ പേഴ്സൺ ഈസ് വാട്ട് ഡിഫൈൽസ് ദം. ഒരു വ്യക്തിയിൽ നിന്നും പുറത്തേക്ക് വരുന്നതാണ് ആ വ്യക്തിയെ മലിനമാക്കുന്നത്. പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ഹൃദയത്തിൽ നിന്ന് ദുശ്ചിന്ത, അതുപോലെ സെക്ഷൽ ഇമ്മോറാലിറ്റി, ലൈംഗികമായ മാലിന്യങ്ങൾ, അതുപോലെ മോഷണം, കൊലപാതകം തുടങ്ങി വലിയൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഹൃദയത്തിൽ നിന്ന് പൊങ്ങി പുറത്തേക്ക് വന്ന് ആ വ്യക്തിയെ മലിനമാക്കുന്നത്. അതല്ലാതെ പുറത്തുനിന്ന് അകത്തേക്ക് പോകുന്ന ആഹാരമല്ല വാസ്തവത്തിൽ ഒരാളെ മലിനമാക്കുന്നത്. കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു, ഇതായിരുന്നു അവിടുത്തെ പ്രശ്നം. നിങ്ങളിത് പിന്നീട് വായിക്കും. റോമലേഖനം
1-ാം അധ്യായം 28 മുതൽ 32 വരെ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഈ furthermore, just as they did not think it worthwhile to retain the knowledge of God, so God gave them over to a depraved mind. അതായത് ദൈവത്തെ പരിജ്ഞാനത്തിൽ അവർ ഏറ്റെടുക്കാതിരുന്ന നിമിത്തം ദൈവം അവരെ നികൃഷ്ടമായ ഒരു മനസ്സിന് ഏൽപ്പിച്ചു. അവരുടെ മനസ്സ് മൊത്തം അങ്ങ് ഇരുണ്ടുപോയി. ആ ഭാഗം മൊത്തം വായിക്കുമ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, രക്ഷിക്കപ്പെടാത്തൊരാളുടെ മനസ്സ് ഡിപ്രേവ്ഡ് മൈൻഡാണ്. എന്ന് വെച്ചാൽ നികൃഷ്ടമായ, അധപ്പതിച്ചു പോയ ഒരു മൈൻഡാണ്. അവരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ എപ്പോഴും പണമോ പ്രോപ്പർട്ടിയോ പൊസിഷനോ പവറോ ഫെയിമോ സെക്സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സിൻഫുൾ തിങ്സ് ആയിരിക്കും. അതാണ് രക്ഷിക്കപ്പെടാത്ത ഒരാളുടെ മനസ്സ്. അല്ലെങ്കിൽ അതിൽ ഈ ഫോളൻ നേച്ചർ, നമ്മൾ വീണുപോയ ആ പ്രകൃതമായിരിക്കും അത് പ്രതിബിംബിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് ഈ സമാരിറ്റൻ വുമൺ അടുത്ത് വന്നപ്പോൾ അവളോട് പറഞ്ഞത്, ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം നിനക്ക് ഒരിക്കലും ദാഹിക്കാതെ വണ്ണം തൃപ്തി വരുത്തും. ഇനി ഗോഡ്ലി മൈൻഡഡ്നെസ് എന്താണെന്ന് നോക്കാം. എന്താണ് ദൈവികമായ മനസ്സ്? നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മുടെ മനസ്സിൽ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ജീവിതകാലം മുഴുവൻ കൊണ്ട് ഈ മനസ്സിനെ രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ വേണ്ടത് പരിശുദ്ധാത്മാവിനോട് നമ്മൾ ഒത്തിരി സഹകരിച്ചു കൊടുക്കണം. കാരണം ഈ മനസ്സ് തന്നെ ഒരു ബാറ്റിൽ ഫീൽഡായിട്ട് മാറും. നല്ലതും ചീത്തയും വന്നിട്ട് ബാറ്റിൽ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതിനു വേണ്ടി നമുക്ക് ഉള്ളൊരു മെക്കാനിസം എന്ന് പറയുന്ന റോമാലേഖനം 12:2 പറയുന്ന റിന്യൂവൽ ഓഫ് ദ മൈൻഡ് ഓർ ദ റിഫൈനിങ് പ്രോസസ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന ഒരു റിഫൈനിങ് പ്രോസസ്സുണ്ട്, ശുദ്ധീകരണ പ്രക്രിയ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 23-24 വായിക്കുമ്പോൾ, ടു ബി മെയ്ഡ് ന്യൂ ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് അവർ മൈൻഡ്സ്. നമ്മുടെ മനസ്സിൻ്റെ മനോഭാവങ്ങളിൽ നമുക്കൊരു പുതുക്കമുണ്ടാകണം. അതാണ് എഫെസ്യ ലേഖനം 4:23-24 വചനങ്ങളിൽ പറയുന്നത്. കൊലോസ്യ ലേഖനം 3:10 ആൻഡ് ഹാവ് പുട്ട് ഓൺ ദ ന്യൂ സെൽഫ് വിച്ച് ഈസ് ബീങ് റിന്യൂഡ് ഇൻ നോളജ് ഇൻ ദ ഇമേജ് ഓഫ് ഇറ്റ്സ് ക്രിയേറ്റർ. ഒരു പുതിയ മനുഷ്യനെ നമ്മൾ ധരിച്ചിരിക്കുകയാണ്. അത് സ്രഷ്ടാവിൻ്റെ ആ പ്രതിമയിലേക്ക് പരിജ്ഞാനപ്രകാരം പുതുക്കം പ്രാപിക്കുന്നൊരു പുതിയ മനുഷ്യൻ. അതാണ് അകത്ത് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ഇത് ചെയ്യുവാൻ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം ചിന്തകളിൽ നിന്നും പുറത്തേക്ക് വന്ന വാക്കുകൾ എഴുതപ്പെട്ടതാണ്. സോ അത് തിരിച്ച് നമ്മൾ വായിച്ച് ചിന്തിക്കുമ്പോൾ അത് തിരിച്ച് നമ്മുടെ അകത്ത് പ്രവേശിക്കുകയാണ്. സോ ദ വേർഡ് ഓഫ് ഗോഡ് ഡസ് ദ പ്യൂരിഫിക്കേഷൻ ഓഫ് അവർ തോട്ട്സ്. നമ്മുടെ ചിന്തകളുടെ ശുദ്ധീകരണം നടക്കുന്നത് ഈ ദൈവവചനത്തിലാണ്. യോഹന്നാൻ 15:3 അത് നമ്മൾ കാണുന്നുണ്ട്. കൊലോസ്യ ലേഖനം 3:16 Let the message of Christ dwell among you richly as you teach and admonish one another with all wisdom through psalms, hymns and songs from the Spirit, singing to God with gratitude in your hearts. ഇവിടെയും പറയുന്നത് ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി നിങ്ങളിൽ വസിക്കട്ടെ. ഇതുപോലെ തന്നെയാണ് ഈ ഓരോരോ വചനങ്ങൾ കുറിച്ച് വയ്ക്കണം. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 16-17 എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകലത്തിലും പൂർണ്ണത പ്രാപിക്കാൻ വേണ്ടിയിട്ട്, തികഞ്ഞവനാകാൻ വേണ്ടിയിട്ട് അത് ശാസനത്തിനും ഗുണീകരണത്തിനും ഒക്കെ നല്ലതാണ്. ദൈവത്തിൻ്റെ വചനത്താലാണ് ഇത് നടക്കുന്നത്. എബ്രായ ലേഖനം 4:12 ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്, അതുപോലെ ഇരുവായ്ത്തലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതും ആത്മാവിനെയും ദേഹിയെ പ്രാണനെയും വേർവിടുവിക്കും വരെ, അതുപോലെ സന്ധിമജ്ജകളെയൊക്കെ വേർവിടുവിക്കും വരെ തുളച്ച് ചെല്ലുന്നതും ചിന്തകളെയും ഭാവങ്ങളെയും ഹൃദയത്തിൻ്റെ ഭാവങ്ങളൊക്കെ വിവേചിക്കുന്നതുമാകുന്നു. ദൈവവചനത്തിൻ്റെ വളരെ പവർഫുള്ളായിട്ടുള്ള ഇമ്പാക്റ്റ്
നമുക്കിവിടെ എല്ലാം മനസ്സിലാക്കാൻ കഴിയും. സങ്കീർത്തനം 19:8 The precepts of the Lord are right, giving joy to the heart. The commands of the Lord are radiant, giving light to the eyes. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചട്ടങ്ങൾ അത് എത്രത്തോളം ശരിയാണെന്നും ശരിയുള്ളതാണെന്നും നമുക്ക് സന്തോഷം നൽകുന്നതാണെന്നും ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. 119 സങ്കീർത്തനത്തിന് 9-11 വായിച്ചാലും അവിടെ ഇത് പറഞ്ഞിട്ടുണ്ട്. 2 കൊരിന്ത്യർ 10:5 കുറിച്ച് വെക്കുക ഈ ഭാഗങ്ങളൊക്കെ. അടുത്തതായിട്ട് പരിശുദ്ധാത്മാവിന് നമ്മെ ഒത്തിരി ഈ മേഖലയിൽ സഹായിക്കാൻ കഴിയും. എന്ന് വെച്ചാൽ മനസ്സിനെ, ചിന്തകളെ നിയന്ത്രിക്കാൻ, ചിന്തകളാകുന്ന തോട്ടത്തിൽ, ചിന്തകളുടെ തോട്ടത്തിൽ നല്ലതിനെ മുളപ്പിച്ച് വിളയിക്കാൻ. 1 കൊരിന്ത്യർ 2:16 പറയുന്നത് വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ്. നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ട്. അത് ഓൾറെഡി ഉണ്ട്. എങ്ങനെ കിട്ടി? പരിശുദ്ധാത്മാവ് അകത്ത് വന്നപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സ് അകത്ത് വന്നിട്ടുണ്ട്. നമുക്ക് 2 മൈൻഡുണ്ട്. ഒന്ന് ഈ തലച്ചോറിനോട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഹ്യൂമൻ മൈൻഡ്. രണ്ടാമത്തത് ഹോളി സ്പിരിറ്റിനോട് കണക്ട് ചെയ്ത് കിടക്കുന്ന ക്രിസ്തുവിൻ്റെ മനസ്സ്. ഇങ്ങനെ 2 മനസ്സാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ചുരുക്കി പറയാൻ നമുക്ക് ഇരുമനസ്സുണ്ട്. ഇരുമനസ്സെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ തലമണ്ടയിലുള്ള നമ്മുടെ ഈ മനസ്സ്, മനുഷ്യ മനസ്സ്. രണ്ടാമത്തത് ക്രിസ്തുവിൻ്റെ മനസ്സ്. ഇതിലേതിന് നമ്മൾ നമ്മളെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കും, അതനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നിലേക്ക് പോകും. അപ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞൊരു വലിയ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ, എന്തിലൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അവിടെ പറയുന്ന ട്രൂ, അതായത് വാട്ട് എവർ ഈസ് ട്രൂ, നോബിൾ, റൈറ്റ്, പ്യുവർ, ലവ്ലി, അഡ്മയറബിൾ, എക്സലൻറ്റ്, പ്രൈസ്വർത്തി. അത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. അതാണ് നമ്മുടെ ചിന്തകളിൽ വളർത്തിയെടുക്കേണ്ടത്. ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ, ഇങ്ങനെയുള്ളതിൽ മാത്രം ഫോക്കസ് ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. ആമേൻ. അതിനുശേഷം അദ്ദേഹം പറയുന്നത് പുട്ട് ഇൻ ടു പ്രാക്ടീസ് ദ തിങ്സ് ലേൺഡ് ഫ്രം പോൾ. പൗലോസിൽ നിന്ന് നിങ്ങൾ എന്താണോ കേട്ടത് അത് പ്രായോഗികമാക്കുക. അദ്ദേഹം പറഞ്ഞു എന്നിൽ നിന്ന് നിങ്ങൾ കേട്ടതും കണ്ടതും എല്ലാം അങ്ങ് അനുസരിച്ച് ജീവിച്ചേക്കാൻ. 2 തെസ്സലോനിക്കർ 3:7 പറയുന്നത് ഇങ്ങനെയാണ്, ഫോർ യു യുവർ സെൽസ് നോ ഹൗ യു ഓട്ട് ടു ഫോളോ അവർ എക്സാമ്പിൾ. വി വെർ നോട്ട് ഐഡിൽ വെൻ വി വെർ വിത്ത് യു. ഞങ്ങൾ നിങ്ങളോടുകൂടി ഇരുന്ന സമയത്ത് ഞങ്ങൾ ചുമ്മാ ഇരിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ആ മാതൃക നിങ്ങൾ പിന്തുടരണം. 2 തിമോത്തിയോസ് 1:13 അത് കാണുന്നുണ്ട്. വാട്ട് യു ഹേർഡ് ഫ്രം മീ കീപ് ആസ് ദ പാറ്റേൺ ഓഫ് സൗണ്ട് ടീച്ചിങ്. എന്ത് നീ എന്നിൽ കണ്ടോ അത് നീ ഒരു പാറ്റേൺ ആയിട്ടെടുത്ത് ഫോളോ ചെയ്യണം. 2 തിമോത്തിയോസ് 3:10 അത് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എല്ലാം പറയുന്നതനുസരിച്ച് ബി എ ഡ്യൂർ ഓഫ് ദ വേർഡ്. വചനം അനുസരിക്കുന്നൊരു വ്യക്തിയായി മാറണം. ഒത്തിരി പേര് വചനം കേൾക്കുന്നു, ഒത്തിരി പേര് വചനം വായിക്കുന്നു, ഒത്തിരി പേര് വചനം എഴുതുന്നു, ഒത്തിരി പേര് വചനം പഠിക്കുന്നു, പാടുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. നിത്യസംഭാഷണത്തിൽ ഉപയോഗിക്കുമായിരിക്കും. പക്ഷേ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം. അതാണ് അദ്ദേഹം പറയുന്നത്. പൗലോസിൻ്റെ ജീവിതത്തിൽ താൻ എന്ത് പ്രസംഗിച്ചോ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ അദ്ദേഹം ഒത്തിരി ശ്രമിച്ചിരുന്നു. 1 കൊരിന്ത്യർ 9:27 വായിക്കുമ്പോൾ അവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവസാനം പറയുന്നത് ദ ഗോഡ് ഓഫ് പീസ് വിൽ ബി വിത്ത് യു. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. അപ്പോൾ ഇതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ 2 കാര്യങ്ങളിൽ ഇന്നൊരു തീരുമാനം എടുക്കണം. ഒന്ന്, എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കാനും നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും ഞാൻ ഇന്നു മുതൽ തീരുമാനിക്കുന്നു. എത്ര പേർ കൈയുയർത്തി പറയും? അങ്ങനെ തീരുമാനിക്കുന്നവർ ചെയ്യേണ്ടത് നിങ്ങൾ ലൈവ് ചാറ്റിലൊരു തംസപ്പ് ഇടുക. അതായത് ചിന്തകളെ ഇന്നു മുതൽ ഞാനൊന്ന് നിയന്ത്രിക്കാൻ പോവുക. അതിന് വേണ്ടിയിട്ട് 2 പേരാണ് നമ്മളെ സഹായിക്കുന്നത്. ഒന്ന് ദൈവവചനം, 2 ദൈവത്തിൻ്റെ ആത്മാവ്. എത്രത്തോളം ദൈവവചനം വായിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടുക. രണ്ടാമത്തേത് ഐ വിൽ ബി എ പ്രാക്ടീഷണർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം ചുമ്മാ കേൾക്കുകയല്ല വായിക്കുകയല്ല, അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരും. അതും ദയവായി അതിനൊരു തംസപ്പ് കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. കൈനീട്ട്. കർത്താവേ, ഞങ്ങളുടെ നാമത്തിൽ ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനം പോലെ ചിന്തകളെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങ് കൃപ തരണമേ. അതോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവജനം പ്രവർത്തിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. രോഗികൾ സൗഖ്യമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
അസ്ഥികൾ സംബന്ധിച്ച അസ്ഥികളോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കാലിൻ്റെ അടിയിൽ സോൾ, അവിടെ പ്രയാസമുള്ള ചില ആളുകൾ, ചിലപ്പോൾ ത്വക്ക് പൊളിഞ്ഞു പോവുകയോ വ്രണങ്ങളോ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. പുകവലിശീലം പോലെയുള്ള ദുശീലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ദൈവിക വിടുതൽ കർത്താവെ നീ കൽപ്പിക്കുന്നതിനായി നന്ദി. നിങ്ങളുടെ പ്രയാസങ്ങൾ എന്താണെങ്കിലും കൈനീട്ടി പിടിക്കുക. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഏത് പ്രയാസത്തിനും, മാനസിക ബുദ്ധിമുട്ടോ സാമ്പത്തിക ബുദ്ധിമുട്ടോ ദാമ്പത്യ ജീവിതത്തിലോ, അതിനെല്ലാം ഒരു വിടുതലും കൊടുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. അപ്പോൾ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. ബൈ.